ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഇത് നല്ല അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാവാണ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ നാവ്. അതായത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു മനുഷ്യൻ്റെ ഒരു കൈ ചെയ്തിരുന്നു, അതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ചെറിയൊരു പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. സാധാ നാവിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് വരുന്നത് കർണാടകയിൽ നിന്നാണ്, ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ തീർച്ചയായിട്ട് പറയാം. അതുപോലെ തന്നെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്, ഈ ഒരു അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് വലിയൊരു പാക്കേജിലൊന്നും അല്ലെങ്കിലും ചെറിയൊരു പാക്കേജ് ആണെങ്കിലും കൂടിയിട്ട് അത് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കൈയിടുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് ഇതുപോലത്തെ ഒരു നാവാണ്. കറക്റ്റ്, അതായത് റിയൽ ആയിട്ടൊരു നാവ് എങ്ങനെയാണ് നമ്മുടെ കൈ മുന്നിൽ വന്ന് നിന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ കയ്യിലേക്ക് എടുക്കുന്ന സമയത്തൊക്കെ എന്തോ പോലെ ആവുന്നുണ്ട് കൈ. അതായത് സാധാ നമ്മുടെ നാവിൻ്റെ അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ നാവിൻ്റെ മെറ്റീരിയൽ എന്നല്ല, അതായത് നമ്മുടെ നാവിൻ്റെ ആ ഒരു മാംസത്തിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ നാവിൽ തൊട്ട് നോക്കിയാണ്ട് ഇതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ സെയിം അതേപോലെ തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്കും ഒരേപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ നാവ് കുറച്ചൊരു സോഫ്റ്റ് അല്ലേ, അതായത് ഒരു ഫ്ലെക്സിബിൾ പോലെയാണല്ലോ, അതേപോലെ തന്നെ ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഒരു നാവ് കയ്യിലെടുത്താൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് ഇതുപോലെ ചെയ്തിട്ട് കുറച്ച് ബ്ലഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം കറക്റ്റ് അതേപോലെ നമ്മൾ ഒരു നാവ് അറുത്ത് മാറ്റി അതേ രീതിയിലാവും. കണ്ടോ, ഈ ബ്ലഡ് ഉണ്ടാക്കുന്ന സംഭവമൊക്കെ നമ്മുടെ മാസ്റ്റർ പീസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും അൺബോക്സ് ചെയ്ത പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു കൗതുകം തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമായിട്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് ഇതാണ് നമ്മുടെ നാവ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ നാവ് എങ്ങനെയാണോ അതേ രീതിയിൽ ഒരു ഫേക്ക് നാവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതും പ്രാങ്കിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്ക് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ, ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു നാവിൻ്റെ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ടും പറയുന്നില്ല. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് കറക്റ്റ് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാണ്ട്, വീട്ടിലുള്ള ആരും ഇങ്ങനെ പ്രാങ്ക് ചെയ്ത് പറ്റിക്കൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഈ ഒരു നാവൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാവും, അവരൊക്കെ കയ്യിലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ചിലപ്പോൾ അവർ നന്നായിട്ട് പേടിക്കൂട്ടും. അപ്പോൾ അതൊന്നും ആരും ചെയ്യരുത്. അതൊന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതുമായിട്ട് കറക്റ്റായിട്ട് യോജിച്ച് പോകുന്നില്ല. കാരണം അങ്ങനെ പ്രാങ്ക് ചെയ്യുന്നത് കൊണ്ട്, കാരണം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. വലിയ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ഷോക്ക് ഉണ്ടല്ലോ, അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും അതൊരു വലിയൊരു ഷോക്കായിട്ട് തന്നെ നിൽക്കും. അത് മെൻ്റലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാങ്കിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പം ആ ഒരു കൗതുകരമായിട്ടുള്ള അത്രയും ഒറിജിനാലിറ്റിയിൽ അതൊരു ഒറിജിനൽ പോലെ തന്നെ തോന്നുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.